പരിപാലകുന്ന് സമിതിക്ക് അഭിവാദ്യങ്ങൾ. ജീവിക്കാൻ ശുദ്ധവായു സമര പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ നാൾ വഴികളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇന്ന് 8ാം ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾ, സംഘടനകൾ, സമരസമിതി കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ നാളിതുവരെ എന്തൊക്കെ സമരങ്ങളും എന്തൊക്കെ പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടും കണ്ണു തുറക്കേണ്ട അധികാരവർഗം, ഉദ്യോഗസ്ഥ മേഖല ഇതുവരെ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. എന്നാൽ കൂടത്തായി കുറച്ച് ദിവസങ്ങളായി രൂപപ്പെട്ടിട്ടുള്ള ഈ സമരപ്പന്തൽ, ഇരുതുള്ളി പുഴ സംരക്ഷണ സമിതിയുടെ പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ സമരപ്പന്തലിലേക്ക് ഇന്ന് 8ാം ദിവസമായപ്പോൾ നാളിതുവരെ ഓരോ മേഖലകളിൽ നിന്നും, ഓരോ പ്രദേശത്ത് നിന്നും പല സംഘടനകളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിജയത്തിന്റെ ഏകദേശം 80% എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനിവിടെ നമ്മുടെ ഈ പ്രയാസങ്ങൾ വിവരിക്കേണ്ടതില്ല. ഈ സമരത്തിന്റെ നാൾവഴികളെ കുറിച്ചൊക്കെ പറയാൻ വ്യക്തമായി ഇതിനെ പഠിച്ച് 5 വർഷമായിട്ട് ഇതിന്റെ പുറകെ നടന്ന് തന്റെ സമയവും വിലപ്പെട്ട സമയവും നാടിനു വേണ്ടി സമർപ്പിച്ച് ഈ സമരം മുന്നോട്ട് നയിക്കുന്ന കരിമ്പാലക്കുന്ന് സമര കമ്മിറ്റി കൺവീനർ ആൻഡ്രു ഇതിനെക്കുറിച്ച് ഇവിടെ വിശദമായി സംസാരിക്കും. നമ്മളൊക്കെ ഈ പ്രയാസം അനുഭവിച്ചിട്ട് നമുക്ക് ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പ്രക്ഷോഭ സമരങ്ങളല്ലാതെ വേറെ മാർഗം ഇതിനില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു കമ്പനിയും ഇതുപോലെ പല കമ്പനികൾ, കൊക്കോകോള കമ്പനി, മാവൂർ ഗാർഡൻസി, ഇതൊക്കെ പൂട്ടിയിട്ടുള്ളത് നിരന്തരമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ തളർന്നാൽ ഈ കമ്പനി വീണ്ടും വിജയിക്കും. ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, കുറച്ച് ദിവസത്തെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥ മേഖല ഇവർക്ക് ഈ കമ്പനി വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോ ഈ കമ്പനി നമ്മളെ ഇരുതുള്ളി പുഴയുടെ തീരത്തുനിന്ന് കെട്ടി പോകണം. നമുക്കത് വേണ്ട കമ്പനി. അതിന് നമ്മൾ പോകണമെങ്കിൽ പ്രക്ഷോഭ സമരം അല്ലാതെ വേറൊരു മാർഗവും നമുക്കില്ല. ജനകീയ സമരം നടത്തിക്കഴിഞ്ഞാൽ വിജയിക്കും. ഒരു ജനകീയ സമരത്തിനും ഒരു ജനകീയ പ്രക്ഷോഭത്തിനും മുകളിലല്ല ഒരു കോടതിയും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഒരു കോർപ്പറേറ്റ് കമ്പനിയും. പക്ഷെ നമ്മൾ തളർന്നു പോയാൽ വീണ്ടും ഇവിടെ തന്നെ മുളച്ചു പൊന്തും. സമരത്തിന്റെ ഭാഗമായിട്ട് താമരശ്ശേരി താലൂക്ക് ഓഫീസ് പിക്കറ്റിംഗ് നടത്തുകയാണ്. 10 മണിക്ക് തുടങ്ങുന്ന പിക്കറ്റിംഗിലേക്ക് ഈ കരിമ്പാലക്കുന്ന് സമരസമിതിന്റെയും അതോടൊപ്പം തന്നെ കരിങ്കമണ്ണ സമരസമിതിന്റെ ആളുകൾ നിർബന്ധമായിട്ടും അതിലേക്ക് സഹകരിച്ചുകൊണ്ട് ആളുകളെ എത്തിക്കണം. നമ്മൾ ഇത്തരത്തിൽ സമരങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ അധികാരവർഗത്തിന്റെ അടുത്തേക്ക് ഇത് എത്തുകയുള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൂടത്തായില് ഗ്രാമസഭ പാസാക്കിയ ഒരു പ്രമേയം, അതും അത്രയും വിലപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ വിളിച്ചു ചേർക്കുന്നതാണ് ഗ്രാമസഭ. അത് കോടതിയിൽ അംഗീകാരം കിട്ടുന്നതാണ്. കോടതിയിൽ ഏറ്റവും വലിയ വിലയുള്ള ഒരു സംഗതിയാണത്. പക്ഷെ ആ ഫയല് കഴിഞ്ഞ 16-ാം തീയതി കൂടത്തായിലെ 1-ാം വാർഡ് മെമ്പർ ഷീജ ബാബു നേരിട്ട് കലക്ടറെ ഏൽപ്പിച്ച പരാതിയാണ്. ഞങ്ങളെ പ്രശ്നങ്ങള് അന്ന് ആ ഗ്രാമസഭയില് ആദ്യം തന്നെ പ്രസിഡന്റ് പറഞ്ഞത് ആടിനെയും കോഴീനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളും പച്ചക്കറി വിത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോ അവിടുത്തെ ജനങ്ങള്, ഞങ്ങളുൾപ്പെടെ ആളുകൾ എണീറ്റ് നിന്ന് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് അതൊന്നുമല്ല വേണ്ടത്, ഞങ്ങൾക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവാണ് വേണ്ടത്, അതിനുള്ളത് പറയൂ നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് പച്ചക്കറിയോ മറ്റു വിത്തുകളൊന്നും നിങ്ങളത് വേണ്ട. ഈ ഫ്രഷ് കട്ടിനെതിരായിട്ടുള്ള ഈ ഫ്രഷ് കട്ട് ഇവിടുന്ന് സ്ഥാപനം പൊളിച്ചു മാറ്റാനുള്ള, ഞങ്ങൾക്ക് ശുദ്ധവായു ലഭിക്കാനുള്ള അതൊരു പ്രവർത്തനം മാത്രമാണ് ഞങ്ങൾ അന്ന് അവിടെ ചർച്ച ചെയ്തത്. ആ പ്രമേയം, ആ പരാതി ഈ ദിവസം വരെ കലക്ടർ ഓഫീസിൽ നിന്ന് ശുചിത്വ മിഷനിലേക്ക് എത്തിയിട്ടില്ല. കലക്ടർ ഓഫീസിൽ വെച്ച് ആ പരാതി അവർ മുക്കി. ഇതിന്റെ പരാതി അവർ മുക്കിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഈ കമ്പനി മുതലാളിമാര് എത്രത്തോളം
ഈ ഉദ്യോഗസ്ഥ മേഖലയുടെ കൈപ്പിടിയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തന്നെ നമ്മളെ താമരശ്ശേരിയിലെ പിക്കറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്ന രാപ്പകൽ സമരമാണ്. താമരശ്ശേരി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചിട്ട് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അവസാനിക്കുന്ന രാപ്പകൽ സമരം. അതും നമ്മൾക്കൊരു 10-15 ദിവസത്തിനുള്ളിലായിട്ട് നടത്തണം. അപ്പൊ നിരന്തര സമരം തന്നെ ഇതിന് മാർഗമുള്ളൂ. അപ്പൊ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ആരും തളർന്നു പോകരുത്. നാളെ തന്നെ, ഇന്നും നാളെയൊക്കെ ആയിട്ട് മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ സമരം തന്നെ ആയിരിക്കണം. ടാങ്കില്, നമ്മുടെ വീടിന്റെ മുകളിലുള്ള ടാങ്ക് തുറന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സ്മെല്ല് വരികയാണ്. അപ്പൊ ഇതിന്റെ പുക വന്ന് കാരണം ഈ മാലിന്യ പുക കൊണ്ട് ഈ ടാങ്കിലേക്കൊക്കെ ഈ വിഷം വരുന്നുണ്ട്. അപ്പൊ പലതരം വൈറസുകൾ നമ്മളെ നാടിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അതേപോലെ ഇവര് വേസ്റ്റുകൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് പറഞ്ഞു കണ്ടെയ്നറിലാണ് വന്നതെന്ന്. അതിന്റെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കണ്ടെയ്നറിൽ വേസ്റ്റുകൾ വന്നിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിലത്തെ മാത്രമല്ല, അതിർത്തി കടന്നിട്ടുള്ള വേസ്റ്റുകൾ, അത് ചീഞ്ഞണിഞ്ഞ വേസ്റ്റുകൾ. അത് മറ്റൊരു കമ്പനി എടുക്കില്ല. വേറെ കേരളത്തിലെ ഒരു കമ്പനി ഈ ചീഞ്ഞ വേസ്റ്റ് കൊണ്ടുപോകില്ല. അപ്പൊ ഇത് കൊണ്ടുപോകാന്നത് ഇവര് മാത്രം. അപ്പൊ ഇവരത് കൊണ്ടുവരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ ഇവര് അവിടുന്ന് ഈ കത്തിച്ച് ഈ സ്മെല്ല് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ ദിവസം സമരം ചെയ്യുമ്പോഴും ഈ കോർപ്പറേറ്റ് മുതലാളിമാർ കൂടുതൽ ശക്തി ആർജിച്ച് നമ്മളെ കൊന്നൊടുക്കാനുള്ള രീതിയിലേക്കുള്ള പ്രവൃത്തിയാണ് അവർ പോകുന്നത്. 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പങ്കുവെക്കുകയാണ്. 2019 ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് കാറ്റഗറി ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ഥാപനം. നിങ്ങൾ ആലോചിക്കണം, ഓരോ സ്ഥാപനങ്ങൾക്കും വിവിധ കാറ്റഗറി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുത്തിട്ടുണ്ട്. റെഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന ഒരു ഫാക്ടറിക്ക് കൊടുക്കുന്ന ഒരു ലേബലാണ് റെഡ് കാറ്റഗറി. അങ്ങനെയുള്ള ഒരു റെഡ് കാറ്റഗറി ലിസ്റ്റിൽപ്പെട്ട ഒരു കോഴി അറവ് മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇരുതുള്ളിപ്പുഴയുടെ തീരത്ത് നിന്ന്, കരിമ്പാലകുന്ന് എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത്, ഇരുതുള്ളിപ്പുഴയുടെ തീരത്ത് നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രം അകലെ, തീരദേശ നിയമങ്ങൾ പോലും പാലിക്കപ്പെടാതെ, തോട്ടം നിയമങ്ങൾ പോലും പാലിക്കപ്പെടാതെ ഈ അധികാരി വർഗം ഈ കുത്തക മുതലാളിക്ക് പെർമിഷൻ കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിന് 2019 ഉണ്ടായത്. അതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഗ്രാമവാസികൾ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ കരിമ്പാലകുന്ന് ഗ്രാമവാസികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്താനൊന്നുമല്ല. തീർച്ചയായും നിയമപരമായ ഒട്ടനവധി സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു. ജനാധിപത്യ രീതിയിൽ കമ്പനി മുതലാളിമാരെ ഞങ്ങളുടെ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങി, ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് എത്ര ഉടമ്പടികൾ. കട്ടിപ്പാറ പഞ്ചായത്തിലേക്ക് ഞാൻ മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 500ഓളം ആളുകളെ അണിനിരത്തി കോവിഡ് കാലത്ത് ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ മാർച്ച് നടത്തി. അതോടൊപ്പം തന്നെ ഈ പ്ലാന്റിലേക്ക്, അറവ് മാലിന്യ പ്ലാന്റിലേക്ക് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾ, അതോടൊപ്പം തന്നെ ജനാധിപത്യ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ചുകൾ നടത്തി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു നീതി കിട്ടാതായപ്പോ കേരള നിയമസഭയിൽ വിഷയം ഉന്നയിക്കപ്പെട്ടു. കേരള നിയമസഭയിൽ വിഷയം ഉന്നയിക്കപ്പെട്ടതിന്റെ ഭാഗമായി നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി, നമ്മൾ എത്രയധികം ആഗ്രഹിച്ചു ഒരു നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ഈ വിഷയം കൃത്യമായി പഠിക്കാനും അതിന്റെ ഫലം കണ്ടെത്തുന്നതിനും വേണ്ടി കോഴിക്കോട് കലക്ടറേറ്റിൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോ ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചു, പ്രിയപ്പെട്ട നാട്ടുകാരെ. അതിന്റെ ഭാഗമായി ആ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ 7ഓളം MLA-മാർ, ഭരണ പ്രതിപക്ഷ MLA-മാർ, അവർ ആ പ്ലാന്റിലെത്തി. ആ പ്ലാന്റ് വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ജനവാസികളോട്, ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്ന നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി സംസാരിച്ചു. അവരെല്ലാം നമുക്ക് ഉറപ്പ് തന്നിരുന്നു 100% ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്ന്. പക്ഷേ വിഷയം അവിടെയും പരിഹരിക്കപ്പെടാതായി. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഗ്രാമവാസികൾ, കരിമ്പാലകുന്ന് നിവാസികൾ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് ഒരു സമരം പ്രഖ്യാപിച്ചത്. ആ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ആദ്യഘട്ടത്തിൽ നമ്മുടെ മുണ്ടക്കയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ഭാഗമായി നമുക്ക് സമരം മാറ്റിവെക്കേണ്ടി വന്നു. ഒരു വലിയ പ്രകൃതി ദുരന്തം നടക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആ സാഹചര്യത്തിൽ നമ്മൾ സമരം മാറ്റിവെക്കുകയും പിന്നീട് ഒരു ഡേറ്റ് കണ്ട് ആ സമരത്തിന് വേണ്ടി വിളംബര ജാഥ അടക്കം സംഘടിപ്പിച്ചപ്പോ നമ്മുടെ കോഴിക്കോട് കലക്ടർ നമ്മുടെ സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ജനാധിപത്യ സംഘടന നിലയ്ക്ക് നമ്മുടെ ഒരു മര്യാദയുണ്ട്. കോഴിക്കോട് കലക്ടർ എന്ന് പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ്. അദ്ദേഹം വിളിക്കുന്ന ചർച്ചയിൽ തീർച്ചയായും ഞങ്ങൾ സമരത്തിന്റെ ഡേറ്റ് മാറ്റിവെച്ചുകൊണ്ട് പങ്കെടുത്ത ആളുകളാണ്. അതിൽ ഈ സമരസമിതിയുടെ ഭാരവാഹികളായിട്ടുള്ള അജ്മൽ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുഷ്പാകരനും മുജീബും അടക്കം ഞങ്ങളുടെ കരിമ്പാലകുന്ന് പ്രദേശവാസികളുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആളുകൾ പങ്കെടുത്തു. വലിയ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ആ ചർച്ചയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കലക്ടറുടെ ചേംബറിൽ കലക്ടർ ഞങ്ങളെ അഡ്രസ് ചെയ്ത് നിൽക്കുന്നു. സമരാനുകൂലികളുടെ പ്രതിനിധികൾ, കോടഞ്ചേരി ഉൾപ്പെടെ കട്ടിപ്പാറ
താമരശ്ശേരി ഓമശ്ശേരി പഞ്ചായത്തിലെ സെക്രട്ടറിമാർ, തിരുവമ്പാടി MLA, അതോടൊപ്പം തന്നെ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ നമ്മളെ പ്രതിനിധീകരിച്ച ആളുകൾ വിഷയം അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട കോഴിക്കോട് കലക്ടർ, ഇപ്പോഴത്തെയും കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സാർ പറഞ്ഞു, ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ഒരേ ഒരു പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. മറ്റു ജില്ലകളിലെല്ലാം ഒട്ടനവധി പ്ലാന്റുകൾ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ കൃത്യമായി ഞങ്ങൾ മോണിറ്റർ ചെയ്യും. ഞങ്ങൾ വെസ്റ്റീൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ബുച്ചർ ബിൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 5 ടൺ മാലിന്യം സംസ്കരിക്കാനുള്ള പെർമിഷൻ കൊടുത്തുവെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ ഞങ്ങളോട് പറഞ്ഞതാണ്. ആ തീരുമാനത്തിന്റെയും ഇവരുടെ ലൈസൻസ് മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫ്രഷ് കട്ടിന്റെ ലൈസൻസിൽ കൃത്യമായി പറയുന്നുണ്ട്, അവർക്ക് അറവ് മാലിന്യങ്ങൾ ശേഖരിക്കാൻ പോകുന്ന വാഹനങ്ങളിലെല്ലാം ഫ്രീസർ ഉണ്ടാവണം. അവരേത് കോഴിക്കടകളിൽ നിന്നാണോ അറവ് മാലിന്യം ശേഖരിക്കുന്നത് ആ കോഴിക്കടയ്ക്കുള്ളിൽ പോലും ഫ്രീസർ ഉണ്ടാവണം. പക്ഷെ അതെല്ലാം ഇല്ലാതാക്കി, അല്ലെങ്കിൽ ആ നിയമത്തെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഫ്രഷ് കട്ട് മാനേജ്മെന്റ് പ്രവർത്തിച്ചത്. ഞങ്ങൾ ആ ചർച്ച വിട്ടിറങ്ങുമ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം ഒരു പുതിയ പ്ലാന്റ് എങ്കിലും അനുവദിക്കപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ. അതിനുശേഷം കളക്ടർ പറഞ്ഞു, ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അടുത്ത മാസം വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കും. തീർച്ചയായും ആ 2ാം ഘട്ട ചർച്ചയിലും ഞങ്ങൾ പങ്കെടുത്തു. 2ാം ഘട്ട ചർച്ചയിൽ കൃത്യമായി ഞങ്ങൾ അവരോട് പറഞ്ഞു, സാർ, കഴിഞ്ഞ മീറ്റിംഗിൽ സാർ പറഞ്ഞിട്ടുള്ള അവരുടെ ETP സംവിധാനം, വെള്ളം ശുദ്ധിയാക്കാനുള്ള സംവിധാനം പ്രവർത്തിക്കുന്നില്ല, അവരുടെ വെയിൽ ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നില്ല, അവരുടെ വാഹനം കഴുകാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് കലക്ടർ ഉൾപ്പെടെ കൊടുത്തുള്ള നിർദ്ദേശങ്ങൾ പോലും പാലിക്കാത്ത ഒരു കോർപ്പറേറ്റ് മുതലാളിയായി ഇവർ പ്രവർത്തിക്കുകയാണ്. അവിടുത്തെ കളക്ടർ ഒരു തരത്തിലും ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, കൃത്യമായി അവരുടെ മുമ്പിൽ കളക്ടർ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി, വളരെ കർശനമായ നിർദ്ദേശങ്ങൾ. നിങ്ങൾ പൊതുമാധ്യമങ്ങളിലൂടെ കണ്ടതായിരിക്കും. ഈ സ്ഥാപനത്തിന് കളക്ടർ അടിയന്തര നോട്ടീസ് കൊടുത്തു. 31/10/2024 PCBയുടെ ലൈസൻസ് അവസാനിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ ഒക്ടോബർ മാസം ആ ഡേറ്റിനുള്ളിൽ ഈ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് അടക്കം പുതുക്കുന്നത് പരിശോധിക്കാം എന്ന് കളക്ടർ അടിയന്തര നോട്ടീസിൽ, അത് പബ്ലിക്കിന്റെ മുമ്പിലുള്ള നോട്ടീസാണത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ പ്ലാന്റിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തി. ഈ പറയുന്ന ഈ സമര നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം ഞങ്ങളെ പ്ലാന്റിന് മുമ്പിൽ ചെന്നു. അന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥയടക്കം ആ പ്ലാന്റിൽ ഞങ്ങളോട് സംസാരിച്ചു. ആ സംസാരത്തിൽ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ വന്നതിന്റെ ഭാഗമായി ഈ വിഷയത്തിന്റെ ഏകദേശം പരിഹാരം ഉണ്ടാവുമെന്നുള്ളതാണ്. പക്ഷെ അവിടെ ഞങ്ങൾ ഉയർത്തിയ ശബ്ദം ഇതാണ്, കോടിക്കണക്കിന് രൂപ ഈ സ്ഥാപനം ഇൻവെസ്റ്റ് ചെയ്തിട്ടും എന്താണോ ഞങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയം അത് നാളിതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്ത് കോംപ്രമൈസ് ഈ സ്ഥാപനത്തോട്? ഇതായിരുന്നു അവിടുത്തെ സമരാനുകൂലികളായി നമ്മൾ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ജനാധിപത്യപരമായ സമരം ഒരു വശത്തും മറ്റൊരു വശത്ത് നിയമപരമായ പോരാട്ടത്തിനും വലിയ തോതിലുള്ള പ്രസക്തിയുണ്ട്. നിങ്ങൾക്കറിയാം, കരിമ്പാലകുന്നിലെ ഈ സമരസമിതി കോവിഡ് കാലത്ത് കേരള ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി കൊടുത്തു. അതെന്തുകൊണ്ടാണ് തള്ളിപ്പോയത് എന്ന് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ നിങ്ങളോട് സംസാരിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൃത്യമായും ഈ സ്ഥാപനത്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അന്ന് ആ പൊതുതാൽപര്യ ഹർജി കൊടുത്ത സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ കരിമ്പാലകുന്നിലെ നിവാസികളായിട്ടുള്ള ആളുകളെ പ്രതിനിധീകരിച്ച് 10 ആളുകളാണ് അന്ന് ആ പൊതുതാൽപര്യ ഹർജിയിൽ കൊടുത്തത്. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. ഇവിടെ മുജീബ് ഉണ്ടല്ലോ, ഈ മുജീബിന്റെ ഒക്കെ വളരെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായി കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ ദിവസം അവരുടെ PTA-യിൽ പരസ്യമായി പ്രഖ്യാപിച്ചു, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ വരുന്ന ദിവസം ഉയർത്താൻ പോകുന്ന റിട്ട് പെറ്റീഷനിൽ 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂൾ കക്ഷി ചേരുന്ന ഒരു വിവരം ഇവിടെ നമുക്ക് അഭിമാനത്തോടു കൂടി ഈ സമരത്തിന്റെ ഭാഗമായി നമുക്ക് ഏറ്റെടുക്കാം. അതോടൊപ്പം തന്നെ ഈരോട് സെന്റ് ജോസഫ് LP സ്കൂൾ ഉണ്ട്. ഇവിടെ ഈരോട് സെന്റ് ജോസഫ് LP സ്കൂളിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ സ്കൂളിന്റെ നിലനിൽപ്പ് പോലും ഞങ്ങളുടെ പ്രിയപ്പെട്ട കരിമ്പാലകുന്ന് നിവാസികളുടെ പിഞ്ചോമനകൾ പഠിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുനീർ ഇവിടെ ഉണ്ട്. PTA പ്രസിഡന്റ് ആയിട്ടുള്ള മുനീറിനോട് ഫൈസലും ഞാനും തമ്പിച്ചേട്ടനും മുഹമ്മദ് കോയ സാഹിബും എല്ലാം സംസാരിച്ചു. അതിന്റെ ഭാഗമായി ഔദ്യോഗികമായി മുനീർ കത്ത് കൊടുത്തു. സെന്റ് ജോസഫ് LP സ്കൂളിൽ കത്ത് കൊടുത്തിരിക്കുകയാണ്.
അവരും ഈ പറയുന്ന റിട്ട് പെറ്റീഷനിലേക്ക് കക്ഷി ചേരാൻ തയ്യാറാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഈ പറയുന്ന സമര നേതാക്കളുടെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ വെഴുപ്പൂർ സ്കൂൾ, അതേപോലെ ഭിന്നശേഷി വിദ്യാലയങ്ങൾ, നമ്മുടെ ആസാദ് സ്കൂൾ തുടങ്ങി ഒട്ടനവധി പൊതുസ്ഥാപനങ്ങൾ, മഹല്ല് കമ്മിറ്റികൾ എല്ലാം നമ്മളുടെ ഈ റിട്ട് പെറ്റീഷനിൽ കക്ഷി ചേർന്നാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാവും ഇത് കേവലം ഒരു 10 ആളുടെ വിഷയമൊന്നും അല്ല. നമ്മുടെ എല്ലാം അഡ്രസ് കോടതി പരിശോധിക്കും. എന്റെ അഡ്രസ് മൈക്കാവ് പോസ്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ അഡ്രസ് കുടത്തായി ബസാർ ആയിരിക്കാം, ഈരോട് സ്കൂളുകാരന്റെ അത് കുടത്തായി പോസ്റ്റ് ആയിരിക്കാം. അപ്പൊ വിവിധ പ്രദേശങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഒരു വിഷയം തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജനാധിപത്യ സമരത്തോടൊപ്പം പോകേണ്ട ഒരു നിർണായകമായ നീക്കമാണ് ഈ സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ കിട്ടണമെങ്കിൽ അത് ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടേ പറ്റൂ. അതില് നിങ്ങൾ ആരും നിരാശരാവരുത്. സന്തോഷത്തോടു കൂടി തന്നെ അതിന്റെ പിന്നണിയിൽ നിങ്ങൾ അണിചേരണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് 3 പ്രധാനപ്പെട്ട ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒക്കെ രാഷ്ട്രീയം എന്തായിക്കൊള്ളട്ടെ, നമ്മളുടെ ഒക്കെ സമ്മതിദാന അവകാശം നമ്മൾ വിനിയോഗിക്കുന്നവരാണ്ട്. നമുക്ക് ജനപ്രതിനിധികളോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അത് നമുക്ക് നമ്മുടെ പാർലമെന്റ് മെമ്പർമാരിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ വയനാട് MP-യും നമ്മുടെ കോഴിക്കോട് MP-യും കൃത്യമായി അവർ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ പാർലമെന്റിൽ നമ്മുടെ ഫ്രഷ് കട്ട് വിഷയം ഉന്നയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർണായക നീക്കം നമ്മുടെ അണികളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, കൊടുവള്ളി MLA-യും അതോടൊപ്പം തന്നെ തിരുവമ്പാടി MLA-യും ഭരണ പ്രതിപക്ഷ MLA-മാരാണ്. നമുക്ക് അവരൊക്കെ നീക്കങ്ങൾ നടത്തിയിട്ടില്ല എന്ന് അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ 2 MLA-മാരും തോളോട് തോൾ ചേർന്ന് കേരള നിയമസഭയിൽ ഈ വിഷയത്തിന്റെ ഭാഗമായി നിരാഹാരം കിടക്കാൻ അല്ലെങ്കിൽ സമരം നയിക്കാൻ നമ്മുടെ MLA-മാർ തയ്യാറാവണമെന്നുള്ളതാണ് രണ്ടാമത്തെ ചോയ്സ്. അവിടെയും തീരുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ നികുതി കൊടുക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ഇവിടെ കോടഞ്ചേരി പഞ്ചായത്തിന്റെയും താമരശ്ശേരി പഞ്ചായത്തിന്റെയും ഓമശ്ശേരി പഞ്ചായത്തിന്റെയും സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കട്ടിപ്പാറ പഞ്ചായത്തിന്റെയും പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ ഒന്നടങ്കം കോഴിക്കോട് കലക്ടറേറ്റിൽ നിരാഹാര സമരം കിടക്കാൻ തയ്യാറാകണമെന്നാണ് ഈ സമരസമിതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിനോടൊപ്പം നമ്മുടെ മതമേലധ്യക്ഷന്മാർ, ഇപ്പോഴും കുറ്റകരമായ മൗനം പാലിക്കുന്ന ഒട്ടനവധി മതനേതാക്കന്മാർ നമുക്ക് മുമ്പിലുണ്ട്. ഈരോട് പ്രീസ്റ്റ് ഹോം നിങ്ങൾക്കറിയാലോ, വന്ധ്യവയോധികരായ നിരവധി അച്ഛന്മാർ താമസിക്കുന്ന പ്രദേശം മുതൽ ഇങ്ങ് താമരശ്ശേരിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അടക്കം ഈ 100 കണക്കിന് 1000-കണക്കിന് ആളുകൾ 2 ദിവസത്തെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ജനം ഇവിടെ വന്നുകൂടിയത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഈ മതമേലധ്യക്ഷന്മാർക്ക് റോളുണ്ട്. ഈ മതമേലധ്യക്ഷന്മാർ പല സാമൂഹ്യ പ്രശ്നങ്ങളിലും പല പൊതുപ്രശ്നങ്ങളിലും വ്യക്തമായ നിലപാട് പറയുന്നവരാണ്. എന്തുകൊണ്ട് ഫ്രഷ് കട്ടിന്റെ വിഷയത്തിൽ ഇവർ മൗനം പാലിക്കുന്നു? ആ ചോദ്യം ചോദിക്കാൻ നമ്മൾ മതവിശ്വാസികളും നമ്മൾ തയ്യാറാവണം. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ശ്രമമുണ്ടായാൽ ഞാൻ ഈ ജനസാദരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, 1-2 മാസത്തിനുള്ളിൽ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഈ ആപത്ത്, ഈ കമ്പനി നമ്മുടെ പ്രദേശത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിലേക്ക് പങ്കെടുത്തിട്ടുള്ള ഞങ്ങളുടെ ഗ്രാമവാസികളെയും ചുടലമുക്ക് കരിങ്ങമണ്ണ നിവാസികളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഈ പ്രദേശവാസികൾ കുറേ ദിവസങ്ങളായി ഈ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും മനുഷ്യൻ്റെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. എന്നാൽ ഈ പ്രദേശവാസികൾ കോടഞ്ചേരിയിലെയും ഓമശ്ശേരിയിലെയും കട്ടിപ്പാറയിലെയും താമരശ്ശേരിയിലെയും ഏതാനും ചില വാർഡുകളിലെ ജനങ്ങൾ നിത്യമായ ദുരിതം അനുഭവിക്കുകയാണ്. ഞാനൊരു ദിവസമാണ് അവിടെ വലിയൊരു സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയത്. പകലായിരുന്നു, എന്നിട്ടും അതിൻ്റെ പ്രയാസം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അവിടുത്തെ വാസനയുടെ പ്രയാസവും മസിൽ പവർ ഉപയോഗിച്ച് ചില ഗുണ്ടകൾ നടത്തിയിട്ടുള്ള സമര പോരാളികൾക്കെതിരെ നടത്തിയിട്ടുള്ള വൃത്തികെട്ട ഭാഷയും വൃത്തികെട്ട ശൈലിയും അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഇത് കുറേ വർഷങ്ങളായി തുടരുകയാണ്. ഞാനൊരു കുറ്റബോധത്തോടെയാണ് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്.
ഞാൻ മനസ്സിലാക്കുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് അനുമതി കൊടുത്തത്. ഞങ്ങളാരും മെമ്പർമാരായപ്പോഴല്ല. അന്ന് അനുമതി കൊടുത്ത ആളുകൾക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല, ശുദ്ധഗതിയോടെ കൊടുത്തതാണ്. നാട്ടിൻപുറത്ത് അറവ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ആ സംസ്കാരം ഒഴിവാക്കി കോഴിയറവ് മാലിന്യങ്ങൾ സംഭരിച്ച് അതിൻ്റെതായ അർത്ഥത്തിലും രൂപത്തിലും ആളുകൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാനാണ് അനുമതി കൊടുത്തിരുന്നത്. അതിനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ലഭിച്ചിട്ടുള്ളത്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പണം കയ്യിലുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ എന്തുവാകാവുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് രാഷ്ട്രീയ സ്വാധീനമാകാം, ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ സ്വാധീനമാകാം. എല്ലാ ദുസ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫ്രഷ് കട്ടിന്റെ ഇവിടെ നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കുത്തക മുതലാളിയോ കുത്തക മുതലാളിമാരോ കോർപ്പറേറ്റോ ആരോ ആവട്ടെ, ഒന്നിലധികം ആളുണ്ടാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, ആരായാലും ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഈ പ്രദേശത്തെ പാവപ്പെട്ട ആളുകളാണ്, കുട്ടികളാണ്, ഗർഭിണികളാണ്, പ്രായമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ ദുരവസ്ഥയിൽ നിന്നൊരു മോചനം നമുക്ക് ലഭ്യമായ മതിയാകും. ഇവിടെ സൂചിപ്പിച്ചു, ജില്ലാ പഞ്ചായത്തിൽ അടുത്ത ഭരണസമിതി യോഗത്തിൽ ഞാനൊരു പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും. അതുകൊണ്ട് തീരുമെന്നല്ല, നിങ്ങൾ ജനപ്രതിനിധി നിലക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാനും ഇതിനെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഇതിനെ ശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ അടുത്ത ഭരണസമിതിയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അതിന് നോട്ടീസ് ഞാൻ കൊടുക്കും. ഒരു സാധാരണക്കാരൻ നിലക്ക്, നിങ്ങളെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെന്ന നിലക്ക് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടിച്ചേർന്നത്, ഇതിപ്പോൾ പലരും ചോദിച്ചു നിങ്ങളെ ഭാഗത്തേക്കൊന്നും പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളൊരു സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇത് ഞങ്ങളെ ഭാഗത്ത് മാത്രം പ്രശ്നമല്ല, ഞങ്ങളുടെ സഹോദരങ്ങളുടെ മാത്രം അവരുടെയും കൂടെ പ്രശ്നമാണ്. അതിന് ഞങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും. ഇതിപ്പം എന്ത് തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളെ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിപ്പം ഈ ഫ്രഷ് കട്ടിൻ്റെ ആൾക്കാരും ചിലപ്പോൾ ഈ സമരം ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും കാലം ഇത് ഞങ്ങൾക്കൊരു പിടിച്ചടക്കലൊന്നുമല്ല, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ ഒരു 3-4 വിരലിലെണ്ണാവുന്ന ആൾക്കാരുടെ സാമ്പത്തിക പ്രശ്നത്തിന് മാത്രമാണ് നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. മറ്റേതല്ല, ഒരു നാടിൻ്റെ മുഴുവൻ ദുരിതത്തിലാക്കിയിട്ടാണ് നിങ്ങളിത് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പം പറ്റുന്ന നല്ല കാര്യം മാന്യമായിട്ട് നിങ്ങൾക്ക് നിർത്തിപ്പോകുന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ രീതിയും കാര്യങ്ങളൊക്കെ മാറും. ജനങ്ങളുടെ ശക്തി എന്താണെന്നും സമരം എന്താണെന്നും നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. അപ്പം എല്ലാവരും ഞങ്ങളുടെ കരിമണ്ണ നിവാസികളുടെ എല്ലാവിധ സഹകരണവും സപ്പോർട്ടും ഈ പ്രശ്നത്തിൽ ഉണ്ടാകുന്നുള്ളത് ഞങ്ങൾ ഇവിടെ അടിവരയിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തു നിന്നും ജോലി ചെയ്ത് വൈകുന്നേരം ഒന്ന് അന്തി ഉറങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, വാതിൽ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം അത് സൃഷ്ടിച്ചിട്ട് ഇപ്പം 5 കൊല്ലം പൂർത്തിയാക്കി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ നാട്ടുകാർ മുഴുവൻ സഹിച്ച് മടുത്തതാണ്. എത്രയോ പ്രാവശ്യം ബഹുമാനപ്പെട്ട ആൻറ്റി പറഞ്ഞ പോലെ ചർച്ചകൾ, സമരങ്ങൾ, നിയമപാലകർ, അധികാരികൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള സമരങ്ങൾ എല്ലാം നടത്തി. അവസാനത്തെ ഒരു പ്രതീക്ഷ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് അന്തിമ സമരമാണ്. ഇതിൽ നിന്ന് നമുക്കൊരു പിന്നോട്ട് പോക്കില്ല. ഇതിൻ്റെ അറ്റം ലക്ഷ്യം കാണുന്നിടം വരെ, ഈ ഫ്രഷ് കട്ടിൻ്റെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്നയിടം വരെ ഈ സമരരംഗത്ത് എൻ്റെ നാട്ടുകാർ അടിയുറച്ചുണ്ടാകും. ഈ സമരസമിതി പറയുന്ന ഏത് തരം സമരം ഏറ്റെടുക്കാനും എൻ്റെ നാട്ടിലെ ജനങ്ങളോടൊപ്പം, ഈ നല്ലവരായ ഈ സമരഭടന്മാരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എൻ്റെ നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു കഷ്ടപ്പാട് 4 വർഷക്കാലമായി ഞാൻ അവരോടൊപ്പം തന്നെ ഈ ദുരിതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഈ വേനൽക്കാലമായി വരുന്ന സമയമാണ്. ഇരുതുള്ളിപ്പുഴയാണെങ്കിലും വെള്ളം പറ്റി എല്ലാ വീടുകൾക്കും കുടിക്കാനുള്ള വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ പുഴയിലെ വെള്ളം കൊണ്ടാണ് ആൾക്കാർ കുറേ അലക്കുന്നതിനും കുളിക്കുന്നതിനും മൃഗങ്ങളെ കുടിപ്പിക്കുന്നതിനും ഒക്കെ, പിന്നെ
പച്ചക്കറി കൃഷി ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കാം. ആ പുഴയിലേക്കൊന്നും ഇപ്പോൾ ആർക്കും ഇറങ്ങിപ്പോകാൻ പോലും സാധിക്കുന്നില്ല. വന്യമൃഗങ്ങളൊക്കെ പെരുകി കൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഈ സ്മെല്ലൊന്നും ഇല്ലാണ്ടായാൽ മാത്രം മതി എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല വിചാരിക്കുന്നത്. ഈ സ്ഥാപനം അവിടെ നിന്ന് തീർത്തും എടുത്തു പോകണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനുള്ള എല്ലാവിധ സഹായ സഹകരണം എല്ലാ സമരത്തിനും മുൻപിൽ തന്നെ ഉണ്ടാകുമെന്നും അറിയിക്കുകയാണ്. ഈ സമരയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നു. ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിനെതിരെ വീട്ടിലിരിക്കുന്ന കൊച്ചു മക്കളടക്കം സമരത്തിന് ഇറങ്ങിയിരിക്കുന്ന ഈ വേളയിൽ നമുക്കറിയാം, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ ശുദ്ധവായു വേണം, ശുദ്ധവെള്ളം വേണം, നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. നമ്മൾ ഒരുപാട് കാലങ്ങളായി ഈ ഫ്രഷ് കട്ടിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെ അതിനൊരു ഫലം കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ കാണുകയാണ്, നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ഉമ്മമാരും ഇത്താത്തമാരും ചേച്ചിമാരും ഒക്കെ തന്നെ വീടുകളിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെ കൊച്ചു മക്കളെ വളർത്താൻ കഴിയാത്തത് കൊണ്ടോ ഇനി നമുക്ക് കൂട്ടത്തോടെ ഇറങ്ങുകയേ രക്ഷയുള്ളൂ എന്ന ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. വീട്ടിലിരിക്കുന്ന ആണുങ്ങളൊക്കെ ഒരുപാട് സമരങ്ങളിലൊക്കെ ഏർപ്പെട്ടു. പക്ഷെ നമ്മൾ ഈ സ്ത്രീകളെയും കൂടി നടുറോട്ടിലിറക്കിയിട്ട് സമരരംഗത്തേക്ക് ഇറക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഈ ഒരു സമരത്തിന് വിജയമുണ്ടാവും. നമുക്ക് ശുദ്ധമായി ശ്വസിക്കാനും ഇരുതുള്ളിപ്പുഴ ഒഴുകുന്ന വെളിമണ്ണ ആണ് ഞാനും ജീവിക്കുന്നത്. ഈ കൂടത്തായി പ്രദേശത്തേക്ക് വന്നാൽ ഇതിന്റെ ചെറിയൊരു അംശം ഞങ്ങളുടെ വാർഡിലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമര പോരാട്ടത്തിന് ഓംശ്ശേരി ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ എന്ന നിലയിലും വെളിമണ്ണയിലെയും നിങ്ങളുടെയൊക്കെ ഒരു സഹോദരി എന്ന നിലയിലും എല്ലാവിധ പിന്തുണയും എന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു അറവ് മാലിന്യ പ്ലാന്റ് നമ്മുടെ ഇരുതുള്ളിപ്പുഴ തീരത്ത് കൊണ്ടുവച്ച് ഇതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം, അസഹ്യമായ ദുർഗന്ധം നമ്മുടെ നാട്ടിൽ ഒരുപാട് വൃദ്ധജനങ്ങളുണ്ട്. അതുപോലെ തന്നെ ജീവിത ശൈലിയിലോ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഇവയൊക്കെ ഈ ദുർഗന്ധം ദിനം ശ്വസിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ നാട് കരിമ്പാല കുന്നലിലായി പിഞ്ചു മക്കൾ ഈ പ്ലാന്റിനോട് ഏകദേശം വായു ദൂരത്തിൽ 40 മീറ്റർ 30 മീറ്റർ അകലത്തിലാണ് വീട്. കുഞ്ഞുങ്ങളെ ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ അവസാനമായി പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ ഈ സ്ഥലത്തിൽ നിന്ന് മാറി താമസിക്കണം എന്ന്. എൻ്റെ പേര് മുഹമ്മദ് റഫീഖ്. ഇവിടെ ഒരു വിവാഹമായി ബന്ധപ്പെട്ട് വന്നത് താമരശ്ശേരിയിൽ. അപ്പോൾ ഫ്രഷ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ബ്രദറിൻ്റെ അലിയുടെ വീട്ടിൽ കരിമ്പാലക്കുന്നിൽ പോയി. അസഹനീയമായ ദുർഗന്ധം കാരണം കുളിക്കാനോ നനക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റില്ല, തിരിച്ചു വരേണ്ടി വന്നു. ഇത് നമ്മൾ ചിലപ്പോൾ ഇന്ന് കടന്നു പോകും. ഇനി വരാനുള്ളത് നമ്മുടെ കുഞ്ഞു മക്കളാണ്, അവരെയാണ് ഇത് ബാധിക്കുക. അതുകൊണ്ട് എനിക്ക് കണ്ണൂർ ജില്ലയിലെ പുളിഞ്ഞോം എന്ന് പറയുന്നത് അത് കർണാടക ബോർഡറാണ്. കർണാടക ബോർഡറിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ കൂടപ്പുറങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്ത് ജീവൻ കൊടുത്തും ഇത് പൂട്ടിച്ച് നിങ്ങൾ പിന്മാറാവും. കാരണം എൻ്റെ തൊട്ടടുത്ത ജില്ലയായ കാസർഗോഡ് ജില്ല ഇതുപോലത്തെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ പറഞ്ഞു എൻഡോസൾഫാൻ, ഇത് കാലം കടന്നുപോയി. പക്ഷെ ഇന്ന് അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞു മക്കളാണ്. അതുകൊണ്ട് ഇനി വരാനുള്ള തലമുറയാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക. അതുകൊണ്ട് എൻ്റെ കൂടപ്പുറപ്പോട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ജാതി മത വർണ്ണ വർഗ കൊടിയുടെ നിറം നോക്കാതെ എന്ത് വില കൊടുത്തും 21 ദിവസങ്ങൾക്കുള്ളിൽ ഇത് പൂട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമുക്കറിയാം, നാളിതുവരെ അവർ ഓരോ സമയവും ഓരോ അടവ് പയറ്റിക്കൊണ്ട് പിന്മാറി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇനി അവരുടെ ഏതാണ്ട് അവസാനം കണ്ട സമയമാണ്. കെടാൻ പോകുന്ന വിളക്കിൻ്റെ ഒരു ആളിക്കത്തൽ മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം പൊല്യൂഷൻ കൺട്രോളിൻ്റെ ലൈസൻസുമില്ല, പഞ്ചായത്തിൻ്റെ ലൈസൻസുമില്ല, താൽക്കാലികം DMLMC എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയുടെ താൽക്കാലിക ലൈസൻസിൽ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഓരോരുത്തരെയും കോടതി ഇടപെടലും ഇതുപോലെ സമരവും കൂടി ആയി വന്നാൽ ആ കമ്പനി എപ്പോൾ കൂട്ടിപ്പോയി എന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഈ 8 ദിവസമായി ഇവിടെ തുടങ്ങിയ ചുടനോക്ക് നിവാസികൾ ഈ സമരം
അവർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് വളരെ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ജനാധിപത്യപരമായ സമരത്തിൽ ഞങ്ങൾ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നതോടൊപ്പം അവര് പ്രഖ്യാപിക്കുന്ന സമരത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പല സ്ഥലത്തും പല ദിവസവുമായി വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അവർ പ്രഖ്യാപിക്കുന്ന ഇനിയുള്ള സമരങ്ങളിലും നമ്മളുടെ കഴിവിൻ്റെ അനുസരിച്ച് നമ്മൾ സഹകരിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പിന്നെ വരുന്ന അവരുടെ കമ്മിറ്റി തീരുമാനപ്രകാരമുള്ള ഓരോ സമരങ്ങളിലും അതുപോലെ തന്നെ എനിക്ക് വേറെ നിർദ്ദേശം കൂടി പറയാനുള്ളത്, ഇവിടെ വന്ന മുഴുവൻ ഐക്യദാർഢ്യ ആളുകളും, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പല ആളുകളും പന്തംകുളത്ത് പീഡനം അല്ലാതെയുമായി ഇന്ന് വരെ വന്ന ആളുകൾ മുഴുവനും നമ്മൾ 2 ദിവസം ഇവരെല്ലാവരും കൂടി ഒത്തിച്ച് ഫ്രഷ് കട്ടിലേക്ക് ഒരു സായാഹ്ന ധർണ വെച്ചാൽ തീരുന്ന പ്രശ്നമേ അവിടെയുള്ളൂ. ഒരു ദിവസം നമ്മൾ ഒരു 24 മണിക്കൂർ സമരം ഈ എല്ലാ ആളുകളും കൂടി അമ്പായത്തോട് മുതൽ ഫ്രഷ് കട്ടിലേക്ക് ഒരു സമരവും അവിടെ എന്ത് മണം സഹിച്ചും അവിടെ നിൽക്കാമെന്നുള്ള ഒരൊറ്റ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നാൽ തീരുന്ന പ്രശ്നം മാത്രമേ അവിടെയുള്ളൂ. അതുകൊണ്ട് പിന്നെ നേരത്തെ 50 വയസ്സായ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി സൂചിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കുക. ഇത് ഞാൻ അവസാനിപ്പിക്കും. കാരണം കടലുണ്ടി ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ട്രെയിനിന്റെ ബോഗി വെള്ളത്തിലോട്ട് വീണപ്പോൾ അവിടെ കൂടി നിന്ന കുറെ ആളുകൾ അവരുടെ ജീവൻ മറന്നുകൊണ്ട് അവരെ രക്ഷിക്കാൻ കടലിലേക്ക് എടുത്തു ചാടി അവരെ കിട്ടിയ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്കും കിട്ടിയ പോലെയൊക്കെ സഹായിച്ചു. കുറെ ആളുകൾ അതൊന്നും നമ്മൾ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ഓരം മാറി നിന്നു. എന്നാൽ ചില ആളുകൾ ചെയ്തെന്താണെന്നറിയോ, ആ വീണ ആളുകൾ ഫേസും സ്വർണവും മോഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതുപോലെ നിങ്ങൾ മാറി നിന്നാലും ഈ സമരത്തെ ഒറ്റുകൊടുക്കാൻ ഇതിൽ വന്ന് അലമ്പുണ്ടാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഞാനതിവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, നിങ്ങൾക്ക് വണ്ടി തടയുന്നവർക്കും റോഡ് തടയുന്നവർക്കൊക്കെ എപ്പോഴും സമയമുണ്ട്. ഈ സമരം ഓരോ ജനാധിപത്യ സമരത്തിലും വന്ന് മുജീബ് പ്രത്യേകം എന്റെ സുഹൃത്തും എന്റെ സഹപാഠി കൂടിയ മുജീബ് നിങ്ങളോട് വാഹനം പിന്നെ തടസ്സപ്പെടുത്തത് മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് കേൾക്കാതെ ആളുകളെ കാണുമ്പോൾ ആവേശം കൂടിയിട്ട് കാര്യമില്ല. ഞാനിതോടെ പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ സമരമൊക്കെ പെർമിഷൻ എടുത്തുകൊണ്ട് പോലീസിന്റെ അനുമതിയോടുകൂടി നടത്തുമ്പോൾ അതിന്റെ ഭാരവാഹികളായ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്യം അവർ ഏറ്റെടുക്കണം. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അത്തരക്കാരാണെന്നല്ല. ഒരു സമരവും നമുക്ക് കയറ് കെട്ടി കൊണ്ടുപോകാൻ കഴിയില്ല. കയറ് കെട്ടി ഒരു പ്രതിഷേധ സമരവും നടക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഈ വാഹനം തടയുമ്പോൾ അതിൽ ഫ്രഷ് കെട്ടിന്റെ ആളുകളല്ല, നമ്മളെ സഹോദരന്മാരാണ് പോകുന്നത്, പല അത്യാവശ്യങ്ങൾക്കുമാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഏതായാലും ഈ ഫ്രഷ് കട്ട് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ ജനാധിപത്യ സമരത്തിലും ഞങ്ങളെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമര പോരാളികളെ, നിങ്ങൾക്കൊരായിരം അഭിവാദ്യം. ഏറെ നാള് നീണ്ട സമരത്തിന്റെ അന്ത്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഫ്രഷ് കട്ട് എന്ന മാലിന്യം നമ്മുടെ നാട്ടിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയ സമരമാണ്. ഈ സമരത്തിന് ആവേശം കൂടി ആളുകൾ, നമ്മുടെ നാടിനകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമര കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ അമ്പലമുക്കിലെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഐക്യദാർഢ്യ പ്രകടനമാണ് ഇന്ന് ഈ സമരസഖാക്കൾക്കൊപ്പം ചേരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ അറവ് മാലിന്യ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം മൂലം നമ്മുടെ നാടിനകത്തുള്ള ഒരുപാട് ജനങ്ങൾ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുകയാണ്. ഏകദേശം 4ഓളം പഞ്ചായത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ് ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ, പിറന്ന നാട്ടിൽ ജീവിക്കാനുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ നാട്ടിനകത്തുള്ള പിറന്നു വീഴുന്ന മക്കൾക്ക് വേണ്ടി, നമ്മുടെ നാടിനകത്തുള്ള അമ്മമാർക്കും ബാപ്പമാർക്കും ഉമ്മമാർക്കും നമ്മുടെ സഹോദരന്മാർക്കുമാണ് നമ്മൾ ഈ സമരം മുന്നോട്ട് വെക്കുന്നത്. കാരണം നമ്മുടെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന മാലിന്യ കൂമ്പാരത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നത് വരെ നമ്മുടെ ഈ സമരം മുന്നോട്ട് പോകും. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നാടിനകത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിന്റെ ഭാഗമാകും. ഇതിന് ജാതിയോ മതത്തിന്റെയോ നിറത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഐക്യദാർഢ്യപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ 4 പഞ്ചായത്തിലെ ആബാലവൃതം ജനങ്ങളുമാണ്. അതുകൊണ്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ഈ പോരാട്ടത്തിന് വിജയം കാണും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ നാടിനകത്തുള്ള
ഈ മാലിന്യത്തെ അറവുശാലയെ നമ്മുടെ നാടിനകത്തുനിന്ന് കെട്ടുകെട്ടിക്കാൻ നമുക്ക് ഈ സമര പോരാട്ടത്തിന് ശക്തി പകരാൻ ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷ കമ്മിറ്റിയുടെയും CPM-ന്റെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. വെടിക്കെട്ടുകാരന്റെ മകനെ ഉടുക്കുകുട്ടി പീഡിപ്പിക്കരുത്. 1757 മുതൽ 1947 വരെ സമരം ചെയ്ത പിന്മുറക്കാരുടെ മുൻഗാമികളാണ് ഞങ്ങൾ. സമരം അവസാനം വിജയം സമരക്കാർക്ക് തന്നെ ബ്രിട്ടീഷുകാരനെ വഴിയൊടുക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം അറിയാവുന്നവർ തന്നെ ആയിരിക്കും ഈ ഫ്രഷ് കട്ടിൻ്റെ ഉടമകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ സമരം 8 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എത്ര കാലം വരെയും സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ഊർജവും രക്തവും ഈ പ്രദേശത്തിന് വേണ്ടി ഒഴുകി ഈ സമരത്തിൽ വിജയിക്കുന്നവരെ ഞങ്ങൾ ഈ ഉണ്ടാവുമെന്ന് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചരിത്രം ഒന്ന് കുറച്ച് പഠിക്കുന്നത് ഫ്രഷ് കട്ട് നന്നായിരിക്കും. നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്കൊന്നും പോകേണ്ടതില്ല. നമുക്കറിയാം, തൊട്ടടുത്ത മാവൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ബിർളയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മാവൂർ ഗോളിയോറൻസിനെ സംബന്ധിച്ച് ഒരു കാലത്ത് മാവൂർ ഗോളിയോറൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളുടെ കുട്ടികൾ പാലും മുട്ടയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്ന് കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ ഒരു വ്യത്യാസമുള്ള ഏറ്റവും വലിയ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, വലിയ ലാഭം ഉണ്ടായിക്കൊണ്ടിരുന്ന, അവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചിരുന്ന മാവൂർ ഗോളിയോറൻസ് എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെയാണ് പൊട്ടിപ്പോയത് എന്നുള്ള വസ്തുത ഒരല്പം ചരിത്രം പഠിക്കുന്ന പ്രശ്നം മനസ്സിലാക്കിയാൽ ഈ സമരങ്ങൾക്കൊന്നും ഒരു കാരണമാവേണ്ടതില്ല. മാലിന്യ സംസ്കരണം ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ നടത്തി വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ജലവും അതേപോലെ തന്നെ വായുവും ശുദ്ധമായി ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാലിന്യ പ്ലാന്റുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉദ്ദേശമെങ്കിൽ അത് ഈ നാട്ടിൽ ഇന്നല്ല നാളെ നടപ്പിലാവില്ല എന്നുള്ള വസ്തുത വളരെ എളിയ ഒരു ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കാൻ മാത്രം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനായി ജനിച്ച ആളുകൾക്ക് ശുദ്ധമായ ജലവും ശുദ്ധമായ വായുവും ശ്വസിച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ സാധ്യമാകാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഫ്രഷ് കട്ടുകാരൻ ആരായാലും ശരി, വിരളേക്കാൾ അപ്പുറത്തുള്ള ആളൊന്നുമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ആളുകളോട് ഏറ്റവും വിനയപൂർവ്വം നമുക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രസ്ഥാനത്തെയും ഈ മണ്ണിൽ തുടരുന്നതിന് വേണ്ടി ജാതി, മത, വർണ്ണ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്നും ആ നേരിടുന്ന ജനങ്ങൾക്ക് പിന്നിൽ എന്നും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുണ്ടാവുമെന്നും അതേപോലെ തന്നെ ഈ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അതിലെല്ലാ ആളുകളും ഉൾപ്പെടുന്നുണ്ടെന്നും ആ ആളുകൾ ആരും ഇവിടെ സമരവളണ്ടിയന്മാരായിട്ടിരിക്കുന്ന സമരഭടന്മാർ മാത്രമല്ല, ഈ നാട്ടിലെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുടെ കാപാലവൃദ്ധ ജനങ്ങൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ആ പിന്തുണയിൽ നിന്ന് അവരെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സ്ഥാപനം പൂട്ടി ഈ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിനും ഇവിടുത്തെ വെള്ളവും വായുവും ശുദ്ധമാക്കി മാറ്റുന്നതിന് ആവശ്യമായ സാഹചര്യമാണ് ഫ്രഷ് കട്ട് ഒരുക്കേണ്ടതെന്നും ഈ ജനങ്ങളുടെ വികാരം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ തിരിച്ചടി നേരിടുന്നതും ആ തിരിച്ചടിക്ക് പിന്നിൽ ഈ ഞങ്ങളുടെ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള അമ്പലമുക്കിലെ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി എന്ന് മാത്രമല്ല ഈ താമരശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാ ആളുകളുടെയും എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും അതേപോലെ തന്നെ ഈ പാർട്ടിയുടെ മുഴുവൻ പിന്തുണയും ഈ സമരത്തിനുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന സമരഭാരന്മാരെ ഒരിക്കൽ കൂടി ഏറെ ഊഷ്മളതയോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇന്നേക്ക് 8ാം ദിവസം ഈ ഒരു സമരപ്പന്തൽ ഇവിടെ ഉയർത്തിയിട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള താമരശ്ശേരി, ഓമശ്ശേരി, കോടഞ്ചേരി പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വേളയാണ് ഇന്ന് ഈ സമയം വരെ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദുർഗന്ധ പ്ലാന്റിനെതിരെ നമ്മൾ പോരാടി ആ വിജയം കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും ഈ സമരപ്പന്തലിനുള്ളിൽ ഒറ്റക്കെട്ടായി ഞങ്ങളെല്ലാവരെയും കൂടെ എല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.